ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പെരിയിറക്കലും ശർക്കര വരട്ടി വരക്കലാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഷെഫ് വരുന്നത് നമ്മുടെ അമ്മയാണ് കേട്ടോ. കാരണം എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും വലിയ പിടുത്തൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഉപ്പിലിറക്കലും ശർക്കര വരട്ടി വറക്കലും. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. കാരണം ഉണ്ണിക്ക് ഇഷ്ടമാണ്, ടിഫിനിലൊക്കെ ഉപ്പേരി കൊണ്ടുപോകാറുണ്ട്. ശർക്കര വരട്ടിയും ഇഷ്ടമാണ്. ഒരു മധുരത്തിൻ്റെ ശർക്കരയുടെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി, ഇപ്പോൾ 4 കിലോ കായ വാങ്ങിയിട്ടാണ് നമ്മൾ 2 സെക്ഷനായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിൽ കിടക്കാം. അങ്ങനെ കായത്തൊലി പൊളിച്ച് കുറച്ച് നേരം നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും കേട്ടോ. പണ്ടാണെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ ചകിരി പൂഞ്ഞുണ്ടല്ലോ, ചകിരിയുടെ പൂഞ്ഞെടുത്തിട്ട് നന്നായി കറ കളഞ്ഞിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിയും. ഇപ്പോൾ നമ്മളതൊന്നും നോക്കാറില്ല, നേരെ പൊളിക്കുക, കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിടുക, എടുത്തരിയുക. അതാണ് നമ്മുടെ മെത്തേഡ്. പിന്നെ ഈ ഒരു ചോപ്പർ ഉണ്ടല്ലോ, ഈ ചോപ്പർ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ സാധനങ്ങളും അരിയണത് ഈ ഒരു ചോപ്പറിലാണ്. ഇത്രയും നാളായിട്ട് ഇതിൻ്റെ ഒരു മൂർച്ചയ്ക്കൊരു അംഗഭംഗം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അമ്മ എൻ്റെ ഒരു വീഡിയോയിൽ അമ്മ ഇത് കണ്ടു ഇങ്ങനെ അരിയണത്. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിട്ട് വായോ, അപ്പോൾ നമ്മളുടെ പണി വേഗം കഴിയുന്നു. ഞങ്ങൾ ശരിക്കും കത്തിയോണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് സമയം എടുത്തിട്ടാണ് ഉപ്പേരി വറുത്തെടുക്കാറ്. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് ഒരു കായ 1 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് അത്രയും സ്പീഡിൽ അരിഞ്ഞ് എടുത്തു. അപ്പം അടുത്ത പരിപാടി ഉപ്പേരിക്കുള്ള ഉരുളി എടുക്കുക എന്നുള്ളതാണ്. ഉരുളി എപ്പോഴും എടുക്കാത്ത സാധനം ആയതുകൊണ്ട് നമ്മളത് അട്ടത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ എടുക്കണോ? അങ്ങനെ അവസാനം ഉരുളി ഞാൻ തന്നെ എടുത്തു. കുഞ്ഞിനാണെങ്കിൽ എപ്പോഴാണ് ഉപ്പേരി വറക്കാന്നുള്ള രീതിക്കാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ പച്ചയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞതിന് ശേഷം ഒരു പേപ്പറിൽ എന്തെങ്കിലും, നമ്മളിപ്പോൾ പേപ്പറിൽ തന്നെയാണ് സാധാരണ അതൊക്കെ പരത്താറ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇപ്പോഴത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ പേപ്പറിലൊക്കെ പരത്തി കഴിഞ്ഞാൽ വിഷം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പണ്ടേ ഇങ്ങനെ പേപ്പറിൽ തന്നെയാണ് ഇതൊക്കെ പരത്തി വയ്ക്കാറ് കേട്ടോ. അങ്ങനെ ഉരുളി കഴുകാൻ പോവാണ്. സമയം ഇപ്പോൾ 6:40 ആവുന്നു. നമ്മൾ ഉപ്പേരി വറക്കാൻ പോവാണ് കേട്ടോ. ശർക്കര വരട്ടിയും ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര വരട്ടി വറുത്ത് കോരാം. കാരണം അതിൽ ഉപ്പിടാൻ പാടില്ല. അപ്പോൾ ശർക്കര വരട്ടി ആദ്യം വറുത്ത് കോരാം കേട്ടോ. അപ്പോൾ അതിനുള്ള നമ്മൾ 2 സെക്ഷനായിട്ട് ശർക്കര വരട്ടിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ശർക്കര വരട്ടി. കുഞ്ഞനാണെങ്കിൽ അവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ശർക്കര വരട്ടിയുടെ കട്ടിങ്സ് ആണ് കേട്ടോ. ശർക്കര വരട്ടിക്ക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. മറ്റേതാണെങ്കിൽ നമുക്ക് ചോപ്പറിൽ വേഗം കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത് അമ്മ കട്ട് ചെയ്തതാണ് കേട്ടോ. ഉപ്പേരിക്കാണെങ്കിൽ വളരെ തിന്നായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഉപ്പേരിയുടെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ചിലപ്പോൾ അതിൽ നമ്മൾ ഈ ഉരുളിയിലുണ്ടല്ലോ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റാണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ പൊട്ടിക്കല മൂത്തിയൊക്കെ തെറിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം, നന്നായി ചൂടായിട്ട് വേണം ഇത് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ. അല്ലെങ്കിൽ ടോട്ട് വന്നിട്ട് പൊട്ടും ഭയങ്കര സൗണ്ടിൽ. ഏകദേശം നല്ലോണം ആയിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഹോം മെയ്ഡ് നമ്മുടെ ചിപ്സ് ആണ്. ഓണം വരുന്നേക്കാൾ മുന്നേ ഞങ്ങൾ വറക്കുന്നുണ്ട്. അപ്പം അമ്മേനെ ചെയ്യാൻ പോണ കേട്ടോ. അമ്മ ശർക്കര വരട്ടിയുള്ളതിലാണ് അമ്മക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര എന്നിട്ടൊക്കെ
അപ്പൊ പൊന്തി വരുന്നുണ്ട് അപ്പൊ ഇനി ഇടാട്ടാ. ശർക്കര ഉണ്ടാക്കണ്ടേ? ശർക്കര അല്ലേ? ശർക്കര നാളെ ഉപ്പിടാൻ പാടില്ല, അതാണ് ആദ്യം വറുക്കുന്നത്. ഇങ്ങനെ തക്കാളിക്ക് ഉപ്പിടാൻ പാടില്ല, അപ്പൊ ആദ്യം നോക്കണം. മനസ്സിലായോ? എന്തോടെ ഉണ്ടാക്കണം? എനിക്കിഷ്ടമാണോ? എന്താ വെള്ളം ചാടുന്നു? അടുത്താണോ വെള്ളം ചാടുന്നു? അതിന്റെ അറ്റത്തുണ്ടാവണതില്ലേ, അത് നമ്മള് ഇവിടുന്ന് പഴം നുറുക്ക് ഇതല്ലേ. പിന്നെ വേണ്ടിട്ട കായത്തൊലി മാറ്റി വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കറിക്ക് വേണ്ടിട്ട് പയറും കായയും വെച്ചിട്ട് ഒരു കറി വെക്കും. പിന്നെ പയറും കായത്തൊലി മാത്രം തോരൻ പോലെ വെക്കും, നാളികേരൊക്കെ ഇട്ടിട്ട്. നല്ല ടേസ്റ്റ്. ശർക്കര വരട്ടിക്കുള്ള പാകം ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര വരട്ടി എടുത്തതിന് ശേഷം നേരെ ഉപ്പേരിക്കുള്ള കായ ഇട്ട് കൊടുത്തു. അങ്ങനെ അതും നല്ല ക്രിസ്പി ഹോം മെയ്ഡ് ചിപ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശർക്കര വരട്ടി നാളെ ഉണ്ടാക്കുള്ളൂ, കാരണം അതിന് കുറച്ച് പണി ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നാളേക്ക് വെച്ചു. ഉപ്പേരി എല്ലാവരും വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കുഞ്ഞേനെ ടിഫിനിൽ ഞാനിപ്പോൾ എൻ്റെ പഴം ഉപ്പേരി ഇട്ടാം. അപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പൊ ശർക്കര കുറച്ച് സമയം എടുക്കും ഉരുകി വരാനായിട്ട്, കുറച്ചധികം ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് തീ കൂട്ടിടാൻ കഴിഞ്ഞു. ഉള്ളിലുള്ള സോ ഗൈസ്, നമ്മൾ ഇത് ഇന്നലെ വറുത്ത് വെച്ച ശർക്കര വരട്ടിക്കുള്ള കട്ടിങ്സാണ്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് തണുത്ത് പോയിന്ന് വരാം. അതുകൊണ്ട് നമ്മളെപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ശർക്കര വരട്ടി ഉരുക്കി ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടിങ്സ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ജീരകവും പിന്നെ ചുക്കുപൊടിയും അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ശർക്കര വരട്ടിയുടെ ടേസ്റ്റും പോവും. അതിനുശേഷം നല്ലോണം ഇളക്കി എല്ലായിടത്തേക്കും മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചുക്കും ജീരകപ്പൊടി അല്ലേ? ചുക്കും ജീരകപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇടും. എന്താ കടയിൽ ചുക്കും ജീരകമുള്ളതൊന്നും കിട്ടില്ല. എന്നാൽ ശർക്കരയും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പോയി അതെന്താട്ടെ അത് ഇതിലെന്തൊക്കെ ചുക്കും ജീരകവും പൊടി എപ്പം മതിയോ അടിയുണ്ട് പൊടി. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ശർക്കര വരട്ടി ഇവിടെ റെഡി ആക്കിയിരിക്കുകയാണ്.
ഇനി അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും ആണ് നമ്മൾക്കുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ മറക്കാതെ അതൊന്ന് ചെയ്യാം കേട്ടോ.